നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇവരെന്നെ റിയാക്ട് ചെയ്താ ഞാനൊരു വീഡിയോ ഇട്ടു, ഞാൻ എന്റെ കോണ്ടന്റിൽ ഞാനൊരു വീഡിയോ ഇട്ടു. അസാം അണ്ണൻ എന്ന് വിളിക്കുന്നതിന് പകരം ഇവൻ അക്ഷരസ്ഫുടത തെറ്റാതെ പെണ്ണുണ്ണി അണ്ണൻ എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം. എന്റെ പൊന്നെ, അന്ന് തൊട്ട് എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ഇതിന് ഒരാവശ്യമില്ലായിരുന്നു. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തല്ലേ അണ്ടവാ. തിരിച്ചതുപോലെ തന്നെ റിയാക്ട് ചെയ്തു. അമ്മയ്ക്ക് വിളിയും പെങ്ങക്ക് വിളിയും അച്ഛനെ വിളിയും ഒരാളോട് പറഞ്ഞേക്കാം, രണ്ടുപേരോട് പറഞ്ഞു, എന്തോരം പേരുടെ പറഞ്ഞേക്കണേ. സത്യം ഞാൻ ശശാം ബ്രോവിനെ ഞാൻ റിയാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം തെറി വിളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെതായ ശൈലിയിൽ വെച്ചപ്പോൾ തെറി വിളിച്ചു. ആയിട്ട് പോകാൻ താല്പര്യമില്ല. റിയാക്ഷൻ വീഡിയോയും ട്രോളുകളും മീമുകളും ഒന്നും ഇറക്കി ഫേമസ് ആവാനും എനിക്കൊരു താല്പര്യമില്ല. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. സത്യം പറഞ്ഞാൽ എന്റെ ഭാഗത്ത് എന്റെ കടി തന്നെയായിരുന്നു. എനിക്കൊരു ആവശ്യമില്ലായിരുന്നു ഇങ്ങനെ ആരൊക്കെ റിയാക്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല അത് കയറി ചെല്ലേണ്ടത്. അതിപ്പോ എല്ലായിടത്തും എന്ത് ഭീഷണി സ്വരങ്ങളും കൊട്ടേഷൻ കൊടുക്കുന്നുള്ള പേരുകളുള്ള സംസാരങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ശശാം ബ്രോയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ബ്രോയിനെ കുറ്റപ്പെടുത്തി പറയുന്നത് കാരണം അവർ നിൽക്കുന്ന ഒരു ഹൈപ്പില് അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയ, ഇങ്ങനെ തന്നെയാണ്. ഇനി ഇവിടെ ഞാനും തിരിച്ച് എന്റെ ശൈലിയിൽ ഫണ്ണായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ തന്തയാന്ന് പറയുന്ന ഒരു സീനുണ്ട്. പക്ഷെ ഞാൻ ഇത് പുള്ളിക്ക് കേട്ടാന്ന് ഞാൻ ചിന്തിച്ചില്ല കേട്ടോ. നിന്റെ തലയിൽ എന്താ തലച്ചോറല്ലേ മന്തിയാ? ഞാൻ അതിന്റെ പേരിൽ ഇന്നലെ ഇന്റർവ്യൂ ഞാൻ സോറി പറഞ്ഞു, ഇപ്പോഴും ഞാൻ സോറി പറയാൻ ബ്രോ. ഞാനൊരു ഫൺ സ്റ്റേജിൽ മാത്രം ചെയ്തതാണ്. നിനക്ക് പ്രാന്തായതാണോ നീ അഭിനയിക്കുന്നതാണോ? പിന്നെ വിക്കി ആണെങ്കിൽ പോലും വിക്കി എന്നെ താവൂട്ടി തെറി വിളിച്ചത് മാത്രമാണ് ഞാൻ തിരിച്ചും താവൂട്ടി തെറി വിളിച്ചത്. ഓക്കെ, അല്ലാണ്ട് എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ബ്രോ. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. പുഷ്പയുടെ എന്തൊരു കാര്യം പറഞ്ഞു, ഇപ്പോൾ റീസെന്റ് ഇറങ്ങി പുഷ്പയുടെ കാര്യത്തിൽ ഓൾറെഡി ശശാം ബ്രോ എയറിലാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞായിരുന്നു. അതേ ടൈമിൽ തന്നെയാണ് എന്നെ റിയാക്ട് ചെയ്തത്. ഞാൻ പോയി തിരിച്ച് റിയാക്ട് ചെയ്യും. പുള്ളി നല്ല രീതിയിൽ പിന്നെ കയറി പോയതും. അതല്ല ഉദ്ദേശം. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.